ആണവായുധമുണ്ടെങ്കിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കൂടി ട്രംപ് ഇറാന് നൽകി. ഇനി ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അമേരിക്കയ്ക്കായിരിക്കും. അങ്ങനെ ഇറാനെ പ്രതിസന്ധിയിലാക്കി അടിയറവ് പറയിപ്പിക്കാൻ പോയ ട്രംപ് പ്രശ്നങ്ങളുടെ വലിയൊരു ഭാണ്ഡക്കെട്ടാണ് അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നത്. അമേരിക്കൻ ജനതയുടെ ലക്ഷം കോടി ഡോളറുകൾ ചെലവാക്കി അങ്ങോട്ട് കയറി ആക്രമിച്ച സംഘർഷത്തിൽ ഇറാന് വിജയക്കൊടി സമ്മാനിച്ച് മടങ്ങേണ്ട ഒരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ. തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്ന പോലെ യുദ്ധത്തിലൂടെ സ്വന്തം അജണ്ട നടപ്പാക്കിയെടുക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ ശാപം മുഴുവൻ ട്രംപിനാണ് ലഭിക്കുന്നത്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി വിടുവായത്വം പറയുന്നില്ല, വലിയ അവകാശവാദങ്ങൾ ഉയർത്തുന്നില്ല. ട്രംപാകട്ടെ ആ കലയിൽ അഗ്രഗണ്യനും. ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമം പ്രസ്താവനകളിലെങ്കിലും ഉണ്ട് എന്നതാണ് നിലവിലെ സ്ഥിതി. വെടിനിർത്തൽ കരാർ എന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആടിയാടി നിൽക്കുകയാണ്. 2 ആഴ്ച വരെ വെടിനിർത്തൽ ഉറപ്പാക്കുക എന്നത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ രാജ്യങ്ങൾക്കും വെല്ലുവിളിയാണ്. താൽക്കാലിക വെടിനിർത്തൽ എന്നത് പൂർണ്ണമായ യുദ്ധവിരാമത്തിൽ എത്തണമേ എന്നാണ് ലോകത്തിന്റെയും പ്രാർത്ഥന. അമേരിക്കയും ഇസ്രായേലും അവരുടെ അജണ്ടകൾ നടപ്പാക്കാനായി ഇറാനെ ആക്രമിച്ചു. ഇറാന്റെ തിരിച്ചടി ലോകത്തോട് മൊത്തമായിരുന്നു. യുദ്ധം നിർത്താനായി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇറാൻ ലോകത്തിന്റെ ഊർജ്ജപാതയുടെ കടക്കിലാണ് കത്തിവെച്ചത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകാത്ത രാജ്യങ്ങളെ കൂടിയാണ്. നാറ്റോ അംഗരാജ്യങ്ങൾ പിന്തുണ നൽകാത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏകപക്ഷീയമായ സൈനിക നടപടിയെ ആ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചില്ല. പക്ഷേ ഇറാന്റെ നടപടികൾ അങ്ങനെ നിഷ്പക്ഷ രാജ്യങ്ങളെയും ദോഷകരമായി ബാധിച്ചു. ഹോർമൂസ് വഴി കടന്നുപോകുന്ന രാജ്യങ്ങൾ ഇറാനെ ചുങ്കം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇറാനോട് ശത്രുത കാട്ടാത്ത രാജ്യങ്ങളും യുദ്ധത്തിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണല്ലോ. 40 ദിവസം യുദ്ധം നടത്തിയ അമേരിക്കയ്ക്ക് എന്ത് കിട്ടി? യുദ്ധം നടത്തിയ അമേരിക്കയ്ക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ആദ്യം അറിയണം. പല സമയത്തും പല ലക്ഷ്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. രാജ്യത്തിന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക, സൈനിക ശേഷി നശിപ്പിക്കുക, ഭരണമാറ്റം സൃഷ്ടിക്കുക തുടങ്ങിയ ഇറാനെ കുറിച്ചുള്ള തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് 1 മാസത്തിലേറെ നീണ്ട സംഘർഷത്തിൽ ഉടനീളം ട്രംപ് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയത്. വാഷിംഗ്ടണും ടെഹ്റാനും ഇസ്ലാമാബാദിൽ ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനെതിരായ സമ്പൂർണ്ണ വിജയം അവകാശപ്പെട്ടു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ ഇടനിലക്കാരായ 2 ആഴ്ചത്തെ വെടിനിർത്തലിനെ അഭിനന്ദിച്ച ട്രംപ് ഇത് ലോക സമാധാനത്തിനുള്ള വലിയ ദിവസമാണ് എന്ന് പറഞ്ഞു. ഇറാന്റെ സൈനിക ശേഷികൾ ഗുരുതരമായി ഇല്ലാതാക്കുന്നതുൾപ്പെടെ തങ്ങളുടെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും അമേരിക്ക നേടിയെടുത്തതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അവകാശപ്പെട്ടു. സമാനമായ ഒരു അവകാശവാദമാണ് ഇസ്രായേലിലും ഉയർന്നത്. അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഇറാൻ ഭീഷണിയായിരുന്നുവെന്നും ഇനി അത്തരമൊരു ഭീഷണി ഉയർത്താവുന്ന സ്ഥിതിയിൽ അല്ല എന്നും പ്രഖ്യാപിച്ചു. വിജയത്തിന്റെ ഈ സമാന്തര അവകാശവാദങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേട്ടങ്ങളെയോ നേട്ടമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടതോ ആയ കാര്യങ്ങളെ പരിശോധിക്കാൻ നിർബന്ധിതമാക്കുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു യുദ്ധത്തിലൂടെ ട്രംപ് നേടാൻ ഉദ്ദേശിച്ചത്? നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാന്റെ ആണവ പരിപാടി അവസാനിപ്പിക്കുക, സൈനിക ശേഷി നശിപ്പിക്കുക, ഭരണമാറ്റം സൃഷ്ടിക്കുക എന്നിവയായിരുന്നു. പക്ഷേ ഇറാൻ സാമ്പത്തികമായി നിർണായകമായ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം ഏറ്റെടുത്തതോടെ അതും ട്രംപിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായി. യുദ്ധം അവസാനിച്ചാലും ഈ ലക്ഷ്യങ്ങളൊന്നും നേടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ തർക്ക വിഷയം ഹോർമൂസായി മാറി എന്നതാണ്. ഇറാന്റെ ഏറ്റവും വലിയ പ്രതിരോധവും വിലപേശൽ ശക്തിയും ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. സുപ്രധാന കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ ഇറാൻ സമ്മതിച്ചതായി വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഹോർമൂസിലൂടെ കപ്പലുകൾ യഥേഷ്ടം സഞ്ചരിച്ചതാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അത് ഒരു വിഷയമേ ആയിരുന്നില്ല. എന്നാൽ യുദ്ധാനന്തരം ഹോർമൂസാണ് പ്രധാന വിഷയം. കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടെത്തിച്ചതിൽ ഇറാനുള്ള അത്രയും പങ്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട്. ഫെബ്രുവരി 28-ന് യുഎസിന്റെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിന് വിധേയമായതിനെ തുടർന്നാണ് ഇറാൻ സുപ്രധാന ഷിപ്പിംഗ് റൂട്ട് അടച്ചത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന സുപ്രധാന ചോക്ക് പോയിന്റ് ഇറാൻ അടച്ചുപൂട്ടിയത് ലോകമെമ്പാടുമുള്ള ഗ്യാസ് വില വർധനയ്ക്ക് കാരണമായി. മാത്രമല്ല യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തന്നെ തന്ത്രപ്രധാനമായ ജലപാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലേക്ക് എത്തിച്ചു.
സംയുക്ത സേന ആക്രമണം നിർത്തിയാൽ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ തയ്യാറാണ് എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. ഇവിടെ ചർച്ച എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഇറാനല്ല, പക്ഷേ ചർച്ചയ്ക്ക് നിബന്ധന വെച്ചത് ഇറാൻ തന്നെ. ഇറാന് മേൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയെ സ്വന്തം നിബന്ധന കൊണ്ട് ബന്ധിക്കാൻ ഇറാന് കഴിയുകയും ചെയ്തു. മറുവശത്ത് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിന് അത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നോ ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം 2000 കപ്പലുകൾ എത്ര വേഗത്തിൽ യാത്ര തുടങ്ങുമെന്നോ പറയാൻ കഴിയുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത കുരുക്കിന് US സഹായം നൽകുമെന്നും എല്ലാം ശരിയായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ US സേന ചുറ്റുപാടും ഉണ്ടാകുമെന്നും മാത്രമാണ്. അത്ര തന്നെയേ ട്രംപിന് ഇന്നും പറയാൻ കഴിയൂ. ഇറാന് കടലിടുക്കിന്റെ നിയന്ത്രണം നൽകുന്ന ഒരു ഉടമ്പടി യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയേക്കാൾ മോശമായ ഫലമാണ് എന്ന് അമേരിക്കയിലെ സൈനിക തന്ത്രജ്ഞർ പറയുന്നു. ഇത് ഹോർമൂസിന് മേൽ ഇറാന് നിയമപരമായ അധികാരം നൽകുന്നതിന് തുല്യമാണ്. ഇറാൻ അവരുടെ നേട്ടത്തിനായി ഹോർമൂസിനെ കൂടുതൽ സജീവമായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂട്ടുന്നു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. യുദ്ധത്തിന് മുൻപ് കപ്പലുകൾക്ക് തടസ്സമില്ലാതെ ഹോർമൂസിലൂടെ കടന്നു പോകാമായിരുന്നു എന്നത് മറക്കരുത് എന്നും അമേരിക്കയിലെ സൈനിക തന്ത്രജ്ഞർ പറയുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും നേടിയെന്ന് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ സമ്പദ് വ്യവസ്ഥയെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ പ്രസിഡന്റ് ട്രംപിന് അധികാരമുണ്ട് എന്നും എന്നാൽ അദ്ദേഹം കരുണയാണ് തെരഞ്ഞെടുത്തത് എന്നും ഹെക്സത്ത് പറഞ്ഞു വെക്കുന്നു. ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണ് എന്നും അതിന്റെ വ്യോമസേന തുടച്ചു നീക്കപ്പെട്ടു എന്നും അദ്ദേഹം വീമ്പിളക്കി. പക്ഷേ ഇറാന്റെ പ്രതിരോധത്തിൽ വലിയ വിള്ളൽ വീണിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രയേലിലും ഒന്നിലധികം അറബ് ഗൾഫ് രാജ്യങ്ങളിലും ഇടയ്ക്കിടെ ഈ മേഖലയിലെ US സൈനിക താവളങ്ങളിലും ദിവസേന മിസൈൽ വർഷം നടത്തി കരുത്ത് തെളിയിച്ചിരുന്നു ഇറാൻ. വെടിനിർത്തൽ കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇറാനുമായി ചേർന്ന് ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം കുഴിച്ചെടുക്കാൻ അമേരിക്ക പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. ഈ 2 പോയിന്റുകളും പാലിക്കാൻ ഇറാൻ സമ്മതിച്ചതായി ഒരു സൂചനയുമില്ല. മാത്രമല്ല ഈ യുദ്ധം ഇറാനെ ആണവായുധങ്ങളെ കുറിച്ച് ഒരു പാഠം പഠിപ്പിച്ചു. ആണവായുധമുള്ള ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ സുരക്ഷിതമാണ്. അതേസമയം ഇറാൻ ഒന്നിലധികം തവണ ആക്രമിക്കപ്പെട്ടു. ആണവായുധമുണ്ടെങ്കിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കൂടി ട്രംപ് ഇറാന് നൽകി. ഇനി ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അമേരിക്കയ്ക്കായിരിക്കും. അങ്ങനെ ഇറാനെ പ്രതിസന്ധിയിലാക്കി അടിയറവ് പറയിപ്പിക്കാൻ പോയ ട്രംപ് പ്രശ്നങ്ങളുടെ വലിയൊരു ഭാണ്ഡക്കെട്ടാണ് അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നത്. അമേരിക്കൻ ജനതയുടെ ലക്ഷം കോടി ഡോളറുകൾ ചെലവാക്കി അങ്ങോട്ട് കയറി ആക്രമിച്ച സംഘർഷത്തിൽ ഇറാന് വിജയക്കൊടി സമ്മാനിച്ച് മടങ്ങേണ്ട ഒരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിൽ കൊണ്ടിട്ടതും ട്രംപ് തന്നെ. ഇസ്രയേലിന് വേണ്ടി രംഗത്തിറങ്ങിപ്പെട്ട അവസ്ഥയിലായ ട്രംപിന് ഇനി മറ്റൊരു തലവേദന കൂടിയുണ്ട്. ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്തുക, ഇറാനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇസ്രയേൽ. പക്ഷേ ആ പിടിവാശി ഇപ്പോൾ വിനയായിരിക്കുന്നത് അമേരിക്കയ്ക്കും കൂടിയാണ്. തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്ന പോലെ യുദ്ധത്തിലൂടെ സ്വന്തം അജണ്ട നടപ്പാക്കിയെടുക്കാൻ ഇസ്രയേൽ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ ശാപം മുഴുവൻ ട്രംപിനാണ് ലഭിക്കുന്നത്. കാരണം ഇസ്രയേൽ പ്രധാനമന്ത്രി വിടുവായുത്തം പറയുന്നില്ല, വലിയ അവകാശവാദങ്ങൾ ഉയർത്തുന്നില്ല. ട്രംപാകട്ടെ ആ കലയിൽ അഗ്രഗണ്യനും. ലോകം ആദ്യം കണ്ടത് ട്രംപ് ഇറാനെ ആക്രമിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്നത് സമാധാനം, വെടിനിർത്തൽ തുടങ്ങിയ വാക്കുകൾ പറഞ്ഞ് പരോക്ഷമായി ഇറാനോട് അപേക്ഷിക്കുന്നതാണ്. പക്ഷേ ആ അപേക്ഷയുടെ ശബ്ദം അഹങ്കാരത്തിൻ്റെതാണ് എന്നത് ട്രംപിനെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ച് സ്വാഭാവികമായ സ്വന്തമായി ആർജിച്ച കഴിവാണ്. യുദ്ധത്തിന് വിരാമമിടാൻ ലക്ഷ്യമിട്ടുള്ള നിർണായക സമാധാന ചർച്ചകൾ ഇന്ന് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്ന US സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഫ് നയിക്കുന്ന ഇറാൻ സംഘവും ഇസ്ലാമാബാദിൽ എത്തിയിട്ടുമുണ്ട്. ചർച്ചകൾ ദിവസങ്ങളോളം നീണ്ടേക്കാമെന്നാണ് കരുതുന്നത്. അത്യന്തം സുരക്ഷാ പ്രാധാന്യമുള്ള ഈ ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയുമായും ഇറാനുമായും ഒരേ സമയം നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 15 വർഷത്തിന് ശേഷമാണ് ഒരു US വൈസ് പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ചർച്ചകൾ വിജയിച്ചാൽ അത് ആഗോള ഇന്ധന വില കുറയാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും വഴിയൊരുക്കും. എന്നാൽ ഇസ്രയേലിന്റെ നിലപാടുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത അവിശ്വാസവും ചർച്ചകൾക്ക് കടുത്ത വെല്ലുവിളി ആയേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.